ഇതെൻ്റെ ഗ്രാമം. എന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. എൻ്റെ സുഹൃത്ത് പശുപതി എന്നെ വിട്ടു പിരിഞ്ഞു. ഒരിക്കലും തിരിച്ചു വരാത്ത എൻ്റെ ബാല്യം. മനസ്സു മനസ്സോട് ചൊല്ലും ഈ ഹൃദയമോരോന്നും തേങ്ങും. മനസ്സു മനസ്സോട് ചൊല്ലും ഈ ഹൃദയമോരോന്നും തേങ്ങും. ഇനി നാം എവിടെ പുതുജീവിതം തേടും? ഇനി നാം എവിടെ പുതുപുലരികൾ തേടും? ഉണരൂ, ഇനിയും മൗനമരുതേ. ചേട്ടനെ തനിക്ക് പോലീസുകാർ വന്നിരുന്നു. ഞാൻ പേടിയാ, ഞാൻ പോവാ. തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത താൻ ഇനിയും പോയില്ലേ? എന്നും കാണാലോ ഇവിടെ. തനിക്ക് എന്നെ ഇതുവരെ മനസ്സിലായില്ലേ? ഓ, തനിക്ക് എന്നെ കാണാൻ പറ്റില്ലല്ലോ അല്ലേ? എന്തായാലും ഞാൻ തന്റെ മുമ്പിൽ വരാൻ നമ്മുടെ ചില ഓർമ്മകളുമായി. ഇന്നെങ്ങനെ കൊണ്ടുവരൂ? നമ്മുടെ ഡ്രൈവറല്ലേ, സാധനം കൊണ്ടുവരും. 1-ാം തീയതി ഇത് എവിടെ നിന്ന് സാധനം കിട്ടുന്നാണ് ഇയാളി പറയണത്. അമ്പലപ്പറമ്പല്ലേ, ഒന്നും ഉണ്ടായിരിക്കടാ. ഉണ്ണിയേ, ഇവന്മാര് പറയുന്ന കേട്ടില്ലേ? 1947 ഓഗസ്റ്റ് 15 തുടങ്ങിയ സ്വാതന്ത്ര്യമാണ്. എന്ത് നേടി? കുറെ രാഷ്ട്രീയക്കാർ തിന്നുമുടിച്ചു. കുറെ പണക്കാർ ബാറുകൾ തുടങ്ങി. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് കോടികൾ ഉണ്ടാക്കി. കുറെ രാഷ്ട്രീയക്കാർ കട്ടുമുടിച്ചു. സാധാരണ ജനങ്ങൾ മതത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയക്കാരുടെ തെണ്ടിയായി തല്ലിച്ചത്തു. ആർക്കാ നഷ്ടം? ഭാര്യമാർക്ക്, അമ്മമാർക്ക്, കുട്ടികൾക്ക്. എന്തിന്? രാജ്യത്തിന് ഭാവി തലമുറ വരെ നഷ്ടമായി. എനിക്ക് സർക്കാർ ഉദ്യോഗം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാര്യം ഞാൻ പോലീസാ. ഇന്ന് വരെ ഒരഴിമതിക്ക് ഞാൻ കൂട്ടുനിന്നിട്ടില്ല. അവസരം തോന്നുമ്പോ അപ്പം ഞാൻ അവധിയെടുക്കും. സത്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം അതല്ലുണ്ണി. ഒരു നിരപരാധി എന്റെ കൈ കൊണ്ട് ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ. അത് കൊള്ളാം. സാറല്ലെങ്കിൽ വേറൊരുത്തൻ അതിലും വലിയ തെറ്റുകാരനായിട്ട് വരും. അപ്പോഴും നിരപരാധിയല്ലേ ശിക്ഷിക്കപ്പെടുക? ഒക്കെ ശരിയാ. നമ്മൾ ഈ പറയുന്നതേ നോവലെഴുത്തുകാർക്ക് പറ്റും. അവർക്കല്ലേ സങ്കല്പങ്ങൾ വേണ്ടത്. സാർ എന്തും പണ്ടത്രേ പറയണേ. കലാകാരന്മാർ പണ്ട് എഴുതിയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവേകാനന്ദൻ എന്താ പറഞ്ഞേ? മഹർഷിമാർ എന്താ നമ്മോട് ആവശ്യപ്പെട്ടത്? അതിനനുസരിച്ച് ആരെങ്കിലും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടോ? സാറേ, കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നുന്നു ഒരുത്തൻ പട്ടിയെ കഴുത്തി കയറിയിട്ട് കാറിന്റെ പുറകെ കെട്ടി വലിച്ചോണ്ട് പോകുന്നു. അവനെങ്ങനെ ശിക്ഷിക്കണ്ടേ? മിണ്ടാ പ്രാണിക്ക് ഗതിയാണെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ചേട്ടാ, ഞാൻ താൻ അതൊക്കെ പണ്ട്. കാലത്തിന് മാനസിക കലമില്ലടോ. കാഴ്ചപ്പാടുകൾക്കാണ് വ്യത്യാസം. ആ അറിവുകൾക്ക് അയവില്ലല്ലേ? തൻ്റെ സുഹൃത്തുക്കളാണ് തോന്നുന്നു. ഞാനങ്ങോട്ട് മാറിയേക്കാം. തൻ്റെ അടുത്ത് ആരുമില്ലെങ്കിൽ ഞാൻ വന്നിരിക്കാം.
അതെ ഉണ്ണി, നിന്നെ തിരക്കിയ SI ഗോപിച്ചേട്ടൻ വന്നിരുന്നു. കൂടെ മറ്റേ പോലീസുകാരൊന്നുമില്ല. ഏതായാലും നമ്മൾ സ്റ്റേഷനിൽ പോയേ പറ്റൂ. അതെങ്ങനെ ശരിയാവും? തെറ്റ് ചെയ്യാത്തവനും എന്തിനാ പോലീസിനെ പേടിക്കുന്നത്? എടാ, തെറ്റാരുടെ ഭാഗത്താണെന്നുള്ളതല്ല എൻ്റെ ഉണ്ണി. നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അനുസരിച്ചല്ലേ പറ്റൂ. അതിന് നമ്മൾ മാതൃക കാണിക്കേണ്ടതല്ലേ. അതാണ് അതിന്റെ ശരി. പിന്നെ പേടിക്കണ്ട, നമ്മുടെ ഗോപിച്ചേട്ടനല്ലേ SI. അതാണ് എൻ്റെ മനസ്സിലായിട്ടൊന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഉണ്ണി, ഞങ്ങളെപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. പിന്നെന്താ, ഗോപിച്ചേട്ടനാണ് ഞങ്ങളെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാം, നിങ്ങൾ പൊക്കോ. ഗോപിച്ചേട്ടനോട് പറഞ്ഞേക്ക്. എടാ, നീ ഗോപിച്ചേട്ടന്റെ വീട്ടിലേക്ക് പോയാ ഒരു കുഴപ്പവും വരികയുള്ളൂ. ഞാനല്ലേ സ്റ്റേഷനിലുള്ളത്, കൂടാതെ എന്നെ പഠിപ്പിച്ച സാറിൻ്റെ മകനും. അല്ല, അവനൊരു കലാകാരൻ കൂടിയല്ലേ. തെളിവുകളിൽ ചിലത് അവനെതിരായി. സാറേ, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ പറഞ്ഞത്. അവനിട്ടൊരു പണിയും കിട്ടരുത്. പോലീസുകാരുടെ പണി അവരുടെ അടുത്ത് കാണിക്കല്ലോ കേട്ടോ സാറേ. അവനാകെ പേടിത്തൊണ്ടനാ. സാറിന് വരട്ടിയാൽ മതി, അവൻ പോയി തൂങ്ങിച്ചാവും. നീ പറഞ്ഞിട്ട് വേണം എനിക്കതറിയാൻ. എടോ, റിട്ടയർമെന്റ് എനിക്ക് ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. ഇവന്റെ ശാപം കൂടി വാങ്ങിയിട്ട് വേണോ എനിക്ക് റിട്ടയർ ആകാൻ? കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചാനാ അവൻ. ശരിയാ സാറേ, പോലീസുകാരെ ഒരിക്കലും വിശ്വസിക്കരുന്ന പ്രമാണം. നല്ലതും ചീത്തയൊക്കെ നിങ്ങള് കവറിന്റെ കനം നോക്കിയല്ലേ തിരിച്ചറിയണേ. എടാ, നീ ഏതാണെന്നോ ആരാണെന്നോ എനിക്കറിയില്ല, പക്ഷെ ഉണ്ണി ആരാണെന്ന് എനിക്കറിയാം. എന്താടോ തന്റെ തീരുമാനം? എന്താ തന്റെ തീരുമാനം? തന്റെ വീറും വാശിയൊക്കെ നഷ്ടപ്പെട്ടോ? അല്ല, ഞാൻ പോകാമെന്ന് ഉറപ്പിച്ചു അല്ലേ? നല്ലത്. കോവിഡ് കാലമല്ലേ. അസുഖങ്ങൾ നിയമങ്ങൾക്ക് ബാധകമല്ല. നിയമം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാടോ. സൃഷ്ടാവ് അറിയുന്നില്ല നിയമത്തിൻ്റെ ഊടുവഴികൾ. നിയമത്തിന് വളവുണ്ടാക്കിയവരല്ലേ ഇന്നത്തെ നിയമപാലകർ. ചോദ്യം ചെയ്യാനും ചോദ്യം ചെയ്യപ്പെടാനും ഉള്ളതാണ് ജീവിതം. അതിനിടയിലെ സാഹചര്യങ്ങൾ ചില കഥാപാത്രങ്ങളാവും. അപരിചിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ ചേട്ടാ ഈ ജീവിതം? പണ്ടേ താൻ അങ്ങനെയാ. കാറൽ മാർക്സിന്റെ ചിന്തയും കുചേലന്റെ ജീവിതവും അതൊക്കെ പരാജയപ്പെട്ട അധ്യായങ്ങളായില്ലേ. അധ്യാപകന്റെ മകനായി ജനിച്ച് കലാകാരനായി ജീവിച്ച് അവസാനം നിയമത്തിന്റെ മുന്നിൽ താനിപ്പോ ക്രിമിനലാ. ചേട്ടാ, ഞാനല്ലല്ലോ തെറ്റുകൾ ചെയ്തത്. തെളിവുകൾ നിനക്കെതിരാണ്. ദൈവസന്നിധിയിൽ താൻ കുറ്റക്കാരനല്ല. പോലീസുകാർക്ക് വേണ്ടത് തെളിവാണ് സുഹൃത്തേ. അപ്പൊ ഞാൻ ഗോപിച്ചേട്ടൻ്റെ അടുക്ക പോണമല്ലേ? പോണം, പോയേ പറ്റൂ. താൻ പൊക്കോടോ, ഒരു കുഴപ്പവും വരില്ല. ഒക്കെ ശരിയാ, എന്തെഴുതിയാലും വേണ്ടില്ല. ഇന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള ത്രെഡ് വേണം, അർത്ഥം വേണം, താളം വേണം, സംഗീതവും വേണം. അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പശുപതി അറിയാവടോ. എങ്ങനെയുണ്ടോ അമ്പലത്തിലെ പരിപാടികള്? ഓ, ക്ഷേത്ര ചെലവുകൾ ഭയങ്കര ചെലവായിക്കൊണ്ടിരിക്കുക. പശുപതി താനുള്ളപ്പം എന്തിനാടോ ഇത്ര ചെലവ്? പറയണ കേട്ടില്ലേ? കൊള്ളാം. എടോ ഉണ്ണി, ആരോ ചെയ്ത തെറ്റിന്റെ പുറകെ അറിയാതെ ആ വഴിക്കൂടെ നീ യാത്ര ചെയ്തു. കഥയറിയാതെ ആട്ടം കാണുന്ന ചില സാഹചര്യങ്ങൾ. പേടിക്കണ്ടടോ, തന്നെ ഒരു പോലീസുകാരന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഉണ്ണി, താൻ പൊക്കോ. എന്റെ സ്വന്തം ജാമ്യത്തിൽ താൻ പൊയ്ക്കോ. പേടിയാണെങ്കിൽ നീ ഈ വീടിനകത്ത് കയറിയിരുന്നു.
ഇവനിതെന്താ പറ്റിയ? ആ ചേട്ടൻ ഊരി വിട്ടാ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? മഹാകവി ബി പറഞ്ഞത് എന്താന്ന് വല്ലോം തനിക്കറിയോ? ഇരുട്ടിന്റെ തെറ്റ് പ്രഭാതം തിരുത്തുന്നു, നടക്കും തോറും വഴിക്ക് നീളം കൂടുന്നു. കറുത്ത വാവിൻ നാളിൽ പോലും ആമ്പൽപ്പൂവ് പഞ്ചമിചന്ദ്രനെ കിനാവ് കണ്ടിരുന്നു. ഉണ്ണി, നാടുവാഴിയുടെ മകനായി ജനിച്ച് നാടുതോറും നടന്ന് വീടറിയാത്ത ബന്ധങ്ങളിൽ കുടുങ്ങി നാടും വീടും ഉപേക്ഷിച്ച തെണ്ടികളിൽ തെണ്ടിയായ തെമ്മാടികൾക്കിവിടെ സ്വീകരണം. തനിക്കൊരു തോന്നലുണ്ട്, നമ്മളെ ആര് സംരക്ഷിക്കുമെന്ന്. ആ ചോദ്യം നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നു. പ്ലീസ് സേവ് us. Save us. മനസ്സു മനസ്സോട് ചൊല്ലും ഈ ഹൃദയമോരോന്നും തേങ്ങും. മനസ്സു മനസ്സോട് ചൊല്ലും ഈ ഹൃദയമോരോന്നും തേങ്ങും.